എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മളിവിടെ ഉണ്ടാക്കാൻ പോകുന്നത് ഒരു ആലു പൊറോട്ടയാണ്. അതിലേക്ക് 3 ബൗൾ ആട്ട എടുത്തിട്ടുണ്ട്. ഒരു അര സ്പൂൺ ഉപ്പും ചേർത്ത് ഒരു 3 സ്പൂൺ എണ്ണയും ചേർത്ത് ആവശ്യത്തിന് വെള്ളവും ചേർത്ത് നമുക്കിത് കുഴച്ചെടുക്കാം. ചപ്പാത്തി ഉണ്ടാക്കുന്ന പരുവത്തിൽ തന്നെയാണ് ആട്ട നമ്മൾ കുഴച്ചെടുക്കേണ്ടത്. ഇത് കുഴയ്ക്കുന്നതിന് മുൻപായിട്ട് നമ്മൾക്ക് ഉരുളക്കിഴങ്ങാണ്, അത് കുക്കറിൽ വേവിച്ച് വെച്ചിട്ടുണ്ട്. മീഡിയം വലുപ്പമുള്ള ഒരു 6 ഉരുളക്കിഴങ്ങാണ് വേവിച്ച് വെച്ചിരിക്കുന്നത്. അത് ആറിയ ശേഷം വേണം നമുക്ക് തൊലി കളഞ്ഞെടുക്കാനായി. അപ്പോൾ ആ ഉരുളക്കിഴങ്ങ് വേവിച്ചതിന് ശേഷമാണ് നമ്മളിവിടെ ആട്ട കുഴച്ച് വയ്ക്കുന്നത്. ആട്ട കുഴച്ച് വെച്ചു, ആട്ട റെഡിയായി. ഇതൊന്ന് നമുക്ക് മാറ്റി വയ്ക്കാം. ഇനി ഉരുളക്കിഴങ്ങാണ്, അതിൻ്റെ തൊലിയെല്ലാം ഇതുപോലെ കളഞ്ഞെടുക്കണം. എല്ലാ ഉരുളക്കിഴങ്ങിൻ്റെ തൊലി ഇതുപോലെ കളഞ്ഞ ശേഷം നമ്മൾക്ക് ഇതൊന്ന് ചീകിയെടുക്കണം. ചീകിയെടുക്കുമ്പോഴാണ് നമ്മൾക്ക് ആലു പൊറോട്ട ഉണ്ടാക്കുമ്പോൾ അത് പെർഫെക്റ്റായി കിട്ടുകയുള്ളൂ. ഒരു തവി കൊണ്ട് ഉടയ്ക്കുകയോ കൈ കൊണ്ട് ഉടയ്ക്കുകയോ ചെയ്താൽ ഉരുളക്കിഴങ്ങ് ഉടയാണ്ട് കിടക്കുന്നുണ്ടെങ്കിൽ നമുക്കത് പരത്തുമ്പോൾ ക്ലിയറായിട്ട് വരില്ല. എല്ലാ ഉരുളക്കിഴങ്ങും നമ്മളിതുപോലെ ചെയ്തു. ഇനി നമ്മൾക്കിതൊന്ന് എല്ലാം ചീകിയെടുക്കാം. നമ്മൾ ഈ ഉടയ്ക്കുമ്പോൾ നമ്മൾക്ക് തരി കിടന്നാൽ നമുക്കത് പരത്തുമ്പോൾ പെർഫെക്റ്റായി കിട്ടില്ല. അതുകൊണ്ടാണ് ഇങ്ങനെ ചെയ്യുന്നത്. അങ്ങനെ ചെയ്യാമെന്നുള്ളവർ അങ്ങനെ വേണമെങ്കിലും ചെയ്യാം, കുഴപ്പമില്ല. ഇനി നമ്മളെല്ലാ ഉരുളക്കിഴങ്ങും ഇതുപോലെ തന്നെ ചെയ്തെടുക്കണം. ഇനി നമ്മൾക്ക് 1 സ്പൂൺ ഇഞ്ചിയും 1 സ്പൂൺ വെളുത്തുള്ളിയുമാണ് ആവശ്യം. ഉരുളക്കിഴങ്ങ് എല്ലാം ഇതുപോലെ തന്നെ ചെയ്തെടുത്തു. ഇനി 1 സ്പൂൺ ഇഞ്ചിയും 1 സ്പൂൺ വെളുത്തുള്ളിയും പേസ്റ്റല്ല, ചെറുതായി മുറിച്ച് വെച്ചതാണ്. ഒരു 3 സ്പൂൺ എണ്ണ പാനിലേക്ക് ചേർത്ത് കൊടുത്ത് അതിലേക്ക് ഒരു അര സ്പൂൺ ജീരകവും കൂടെ ചേർത്ത് കൊടുത്തു. ഇനി ഇതിലേക്ക് 1 സ്പൂൺ ഇഞ്ചിയും വെളുത്തുള്ളിയും അരിഞ്ഞു വെച്ചത് ചേർത്ത് കൊടുത്ത്, ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് അല്ല, നമ്മൾ അരിഞ്ഞു വെച്ചതാണ് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത്. ഇതൊരു 1/4 ബ്രൗൺ കളർ ആകുമ്പോൾ നമ്മൾ 2 മീഡിയം വലുപ്പമുള്ള സവാളയാണ് എടുത്ത് വെച്ചിരിക്കുന്നത്. അതും വളരെ ചെറുതായി അരിഞ്ഞു വെച്ചിട്ടുണ്ട്. അതാണ് നമ്മൾ ഇതിലേക്ക് ചേർത്ത് കൊടുക്കേണ്ടത്. വളരെ ചെറുതായിട്ട് തന്നെ അരിഞ്ഞു വെക്കണം, എന്നാലും നമുക്ക് ആലു പൊറോട്ട ഉണ്ടാക്കുമ്പോൾ അത് പെർഫെക്റ്റായി കിട്ടുകയുള്ളൂ, അല്ലെങ്കിൽ പൊട്ടിപ്പോകും. സവാളയും ഇതുപോലെ ബ്രൗൺ കളറായി. ഈ ബ്രൗൺ കളർ ആയ ശേഷം വേണം നമ്മൾക്ക് അതിലേക്ക് വേണ്ട മസാലകൾ ചേർത്ത് കൊടുക്കുക. ഒരു അര സ്പൂൺ ഉപ്പ് ചേർത്ത് കൊടുത്തിട്ടുണ്ട്, 1/4 സ്പൂൺ മഞ്ഞൾപ്പൊടി, ഒരു അര സ്പൂൺ മുളക് പൊടി. അര സ്പൂൺ മുളക് പൊടി, കുറച്ചുകൂടെ എരിവ് വേണമെങ്കിൽ നമുക്ക് 1 സ്പൂൺ ചേർത്ത് കൊടുക്കുക ആവശ്യത്തിന്. ഇതെല്ലാം ചേർത്ത് അതിൻ്റെ പച്ചമണം മാറുന്നത് വരെ ചെറുതായി ഒന്ന് ഇളക്കി കൊടുക്കുക. ഇനി ഇതിലേക്ക് ഉരുളക്കിഴങ്ങ് നമ്മളിതിലേക്ക് ചേർത്ത് കൊടുക്കണം. നമുക്ക് പച്ചമുളകാണ് ചേർത്താൻ ഇഷ്ടമുള്ളവർ അത് ചേർത്ത് കൊടുക്കുക, പക്ഷെ അത് ചെറുതായി അരിഞ്ഞ് തന്നെ ചേർക്കണം. ഗരം മസാലേൻ്റെ മണമുള്ളവർക്കും അത് ചേർത്ത് കൊടുക്കുക, അതൊക്കെ ഓപ്ഷണലാണ്. ഇത് 3 നമ്മൾ ചേർത്ത് നന്നായി ഒന്ന് ഇളക്കി കൊടുക്കണം. ഇനി ഇതിലേക്ക് ചേർത്തേണ്ടത് മല്ലിയില. മല്ലിയില എൻ്റെ അടുത്ത് ഇല്ലാത്തതുകൊണ്ട് ഞാനത് ചേർത്തിട്ടില്ല. മല്ലിയില എടുക്കുമ്പോൾ എൻ്റെ തണ്ട് മാറ്റിയിട്ട് ഇല മാത്രം ഇതിലേക്ക് ചേർത്ത് കൊടുത്താൽ മതി. ഇനി നമ്മളിത് നന്നായി പാനിൽ ഇളക്കി കൊടുക്കണം. ഉരുളക്കിഴങ്ങൊന്ന് ഇതിൽ കിടന്നൊന്ന് വേവണത് നല്ലതാണ്. വെന്ത് കഴിഞ്ഞാൽ പെട്ടെന്ന് നമ്മുടെ ആലു പൊറോട്ട കേട് വരില്ല. ഇത് നന്നായി അതിൽ ചൂടായിട്ടുണ്ട്, നന്നായി ആവി വരുന്നുണ്ട്. അപ്പോൾ നമ്മുടെ ഉരുളക്കിഴങ്ങ് ഇതിൽ വെന്തു. ഇനി ഇത് നമുക്ക് വേറൊരു പാത്രത്തിലേക്ക് ആറാൻ വേണ്ടി മാറ്റി വയ്ക്കാം. ഇനി നമുക്ക് ആലു പൊറോട്ട ഉണ്ടാക്കാൻ തുടങ്ങാം. ഒരു ചപ്പാത്തി എടുക്കണ അത്ര മാവ് എടുത്താൽ മതി, കുറച്ചുകൂടെ കൂടുതൽ എടുക്കണം. ചെറിയൊരു വട്ടത്തിൽ മാത്രം റൗണ്ട് ഷേപ്പ് ആക്കിയാൽ മതി. കുറച്ച് ചപ്പാത്തിയിൽ ഉണ്ടാക്കുന്നതിലും വെച്ച് ഒരു 2 ചപ്പാത്തിൻ്റെ കനം, ഇതത് കാണുന്നുണ്ടല്ലോ, ഇതുപോലുള്ള കനത്തിലാക്കുക. ഒരു 1.5 സ്പൂൺ ഈ ഉരുളക്കിഴങ്ങ് കറി വെച്ചത് അതിലേക്ക് ചേർത്ത് കൊടുക്കുക. ഈ 2 സൈഡാണ് നമ്മളിന്ന് ആദ്യം അങ്ങനെ പിടിച്ചു കൊടുക്കുന്നത്. പിന്നെ ആ 2 അറ്റവും കൂടെ ഇതേപോലെ ചെയ്ത് കൊടുക്കുക. നമ്മൾ കൈ കൊണ്ട് തന്നെ ഇങ്ങനെ നന്നായി ഒന്ന് പ്രസ് ചെയ്ത് അതിലേക്ക് കുറച്ച് ആട്ടയാക്കി ഒന്ന് തിരിച്ചിട്ട് അതിലും വീണ്ടും ആട്ടയാക്കി കൊടുക്കുക, ആട്ടപ്പൊടി ആക്കി കൊടുക്കുക. ഇനി നമ്മൾ വളരെ സോഫ്റ്റായിട്ട് വേണം അത് പരത്തിയെടുക്കാനായിട്ട്. നമ്മൾക്ക് ഇതിൽ ഉരുളക്കിഴങ്ങ് ഉണ്ട് എന്ന് അറിയുന്നത് പോലും ഇല്ല നമ്മളിങ്ങനെ പരത്തിയെടുക്കുമ്പോൾ. ഇതാണ് നമ്മൾ ഈ പെർഫെക്റ്റായിട്ട് ഈ മസാല ഉണ്ടാക്കിയത് കൊണ്ടാണ് നമുക്കിത് ഇങ്ങനെ ഉണ്ടാക്കാൻ കഴിയുന്നത്. ഉരുളക്കിഴങ്ങ് ഉടയ്ക്കുമ്പോൾ അതിൽ വല്ല തരിയോ എന്തെങ്കിലും കിടക്കുക ചെയ്തിട്ടുണ്ടെങ്കിൽ നമ്മൾക്ക് ഇതുപോലെ ഉണ്ടാക്കിയെടുക്കാൻ പറ്റില്ല. ഇനി നമ്മളൊരു പാൻ ചൂടാക്കി അതിലേക്ക് 1 സ്പൂൺ എണ്ണ ഒഴിച്ച് കൊടുക്കണം. നല്ല ചൂടായ ശേഷം അതിലേക്ക് ആലു പൊറോട്ട ഇട്ട് കൊടുക്കാം. നന്നായി ചൂടായി ഒന്ന് മറിച്ചിട്ടു. ഇപ്പോൾ ആലു പൊറോട്ട നന്നായി പൊള്ളി വന്നിട്ടുണ്ട്. നമ്മൾ ചൂടായിട്ടില്ലെങ്കിൽ ഇതിങ്ങനെ പൊള്ളി വരില്ല. അതുകൊണ്ടാണ് നന്നായി ചൂടായി ചെറുതായിട്ടൊന്ന്
നമ്മൾക്കിതൊന്ന് ഈ ചട്ടകം കൊണ്ടൊന്ന് ചെറുതായി അമർത്തി കൊടുക്കുക. നന്നായി പൊള്ളി വന്നിട്ടുണ്ട്. ഈ ഭാഗത്തും കൂടെ കുറച്ച് എണ്ണയൊന്ന് നന്നായി സ്പ്രെഡ് ഇതുപോലെ ചെയ്ത് കൊടുക്കുക. നമ്മൾക്ക് ആലു പൊറോട്ട ഇനി ഉണ്ടാക്കിയിട്ട് ശരിയായില്ല എന്ന് ആരും പറയില്ല. ഇതുപോലെ ഉണ്ടാക്കിയാൽ നിങ്ങൾക്ക് വൃത്തിയായി തന്നെ ആലു പൊറോട്ട ഉണ്ടാക്കാൻ പറ്റും. നമ്മുടെ ആലു പൊറോട്ട റെഡിയായി. എല്ലാവരും ഒന്നിത് ട്രൈ ചെയ്ത് നോക്കണം. ഈ ചാനൽ ഒന്ന് ലൈക്കും സബ്സ്ക്രൈബും ചെയ്യണേ. എല്ലാവർക്കും ഇത് ഇഷ്ടപ്പെടും.